പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം ദൈവം അവർക്ക് പ്രോമിസ് ചെയ്യുമ്പോഴും അവരുദ്ദേശിച്ച വഴിയിലൂടെ അല്ല ദൈവം അവരെ നടത്തി. കുഞ്ഞെ, നമ്മുടെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയല്ല, അവൻ്റെ ഇഷ്ടത്തിലേക്ക് നാം ആ ഗതസമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്. ആമേൻ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറണം. അതുകൊണ്ട് എന്ത് ചെയ്തു? മുൻപിലുള്ള സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യം ക്രൂസിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിൽ പിതാവിന്റെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തപ്പോൾ, മുഴുവൻ മാനവജാതിയുടെ രക്ഷയ്ക്കായി പിതാവ് അവനെ മാറ്റുപോലെ സ്വർഗത്തിലെ ദൈവം എന്ന് പകൽ പറയുകയാണ്, യോ പാസ്റ്ററേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും കാണുന്നില്ല. നീ ചിന്തിച്ചു അതിൻ്റെ എന്ത് മനോഹരമായിരിക്കും. ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, തുടക്കം അത്ര നല്ലതായിരിക്കില്ല. കാരണം വചനം പറയുന്നു, ആദിങ്കൽ കയ്പായിരിക്കും, പിന്നത്തേതിൽ അത് മനോഹരമാകും, അത് രുചിയുള്ളതാകും, അത് ടേസ്റ്റ് ആകും. അതാണ് യഹോവ ആരെന്ന് രുചിച്ചറിവീൻ. അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴി. ദൈവത്തിന്റെ വഴികൾ വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ